ഞാനിന്ന് ദുബായിലാണ്. ദുബായ് ഒട്ടനവധി മലയാളി സംരംഭകരെ കൊണ്ട് ധന്യമാക്കിയ ഒരു പ്രദേശമാണ് ദുബായ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന 2 യങ് എൻ്റർപ്രണേഴ്സിനാണ്. മിസ്റ്റർ അബ്ദുൽ ഗഫൂർ സ്മാർട്ട് വേൾഡ് കാർഡ് പ്രൊവൈഡറിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പത്നി ബിനീത അബ്ദുൽ ഗഫൂർ. രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അബ്ദുൽ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനിച്ചു വളർന്നു. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയും. വാപ്പാക്ക് ഇവിടെയായിരുന്നു ജോലി? വാപ്പ ഗ്രാൻഡ് സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. അവിടെ 40 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ഇവിടെയായിരുന്നു? എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ വരെ ഇവിടെയായിരുന്നു. എഞ്ചിനീയറിങ്ങിന് നാട്ടിലായിരുന്നു. TKM പഠിച്ചത്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. തിരിച്ചു വീണ്ടും. അപ്പോൾ നാടുമായിട്ടുള്ള ഒരു ചെറിയ ബന്ധം എന്ന് പറയുന്ന വെക്കേഷനിലേക്ക് വരുമ്പോൾ? അതെ, നാടുമായിട്ടുള്ള ബന്ധം, വെക്കേഷൻ ബന്ധം, മഴക്കാലത്തുള്ള ബന്ധമാണ്. മിക്കതും ജൂലൈ ഓഗസ്റ്റിലാണ് യാത്രകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ, സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യമാണ് എപ്പോഴും മനസ്സിലൂടെ കടന്നു പോകുന്നത്. സാധാരണ എനിക്കൊരു പ്രത്യേകത തോന്നുന്നു. കാരണം ഇവിടെ ജനിച്ച് വളർന്ന ഒരാൾക്ക് മലയാളം സംസാരിക്കുക വളരെ പാടായിരിക്കും. പക്ഷേ ഒരു 10th സ്റ്റാൻഡേർഡ് വരെയെങ്കിലും പഠിച്ച ഒരാൾക്ക് മലയാളം കുറച്ചേ അറിയാവൂ എന്ന് പറയുന്നതിനും വ്യത്യസ്തമായി മിസ്റ്റർ അബ്ദുൽ ഗഫൂർ നന്നായിട്ട് മലയാളം സംസാരിക്കും. അതെ, അത് എൻ്റെ ഫാമിലിയുടെ ഒരു അജണ്ടയാണ് അത്. ശരിക്കും മലയാളം. അപ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ ലാംഗ്വേജിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയാലും ഒരു സമയം വരെ ഹിന്ദി എടുത്തു പോയി. അത് കഴിഞ്ഞ് മലയാളമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ, എൻ്റെ മദർ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയൊക്കെ ഒരു എപ്പോഴും മലയാളം ആവശ്യമാണ്, നിർബന്ധമാക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ഇഫ് യു ഡോണ്ട് ലവ് യുവർ മദർ യു ഡോണ്ട് ലവ് യുവർ കൺട്രി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം മാതൃഭാഷയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തുല്യമാണ് എന്നുള്ളതാണ്. എത്രാമത്തെ മകനായിരുന്നു? ഞങ്ങൾ 3 പേരാണ്. ആക്ച്വലി ഞാനാണ് ഏറ്റവും മൂത്ത ആള്. ബാക്കി 2 പേരുണ്ട്. എൻ്റെ അനുജനുണ്ട്. അനുജൻ ഇപ്പോൾ ഇവിടെ പിന്നെ UL അണ്ടർ റൈറ്റേഴ്സ് ലാബോറട്ടറി എന്ന് പറഞ്ഞൊരു US കമ്പനിയുടെ കൺസൾട്ടൻ്റായിട്ട് RTA പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഫൈനൽ ഇയർ BDS അമൃത കോളേജിൽ എറണാകുളത്ത് പഠിക്കുന്നു. പിന്നെ വാപ്പ ഉമ്മ അവർ രണ്ടുപേരും അബുദാബിയിൽ സെറ്റിൽ. അപ്പം ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട്. അതെ, അബുദാബിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ബേസിക്കലി. മിനീത അബ്ദുൽ ഗഫൂർ എവിടെയാണോ ജനിച്ചത്? അല്ല, ഞാൻ ജനിച്ചത് നാട്ടിലാണ്. പക്ഷേ എൻ്റെ അപ്പായും ഉമ്മായൊക്കെ
30 വർഷമായിട്ട് സൗദിയിലായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എം ഇക്ബാൽ. പുള്ളിക്കാരൻ ഇപ്പം ഇവിടെ ദുബായിലുണ്ട്. ഇവിടെ കിംസ് മെഡിക്കൽ സെൻ്ററിൻ്റെ വർക്ക് ചെയ്യുന്നു. അവിടെ ജനറൽ സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ 3 പേരാണ്. മൂത്തതാണോ? അല്ല, മൂത്തത് എൻ്റെ ഒരു ബ്രദറാണ്. ഇക്കാണ്. പുള്ളിക്കാരൻ US-ലാണ്. ആളെ ഡോക്ടറാണ്. അവിടെ ഇപ്പം 10 വർഷമായിട്ട് അവിടെ തന്നെ US-ലാണ്. പിന്നെ ഞാൻ 2ാമത്തെ ആളാണ്. 3ാമത്തെ ഒരു അനീറ്റി എന്നുള്ള പുള്ളിക്കാരത്തി മസ്കറ്റിലാണ് സെറ്റിൽ ചെയ്തത്. അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് കൊല്ലത്താണോ? കൊല്ലം TKM കോളേജ് എഞ്ചിനീയറിംഗ് ആണ്. ഒരേ സമയമാണ്? അല്ല, 2 years സീനിയർ ആയിരുന്നു. അത് അങ്ങനെയായിരുന്നു. നമ്മളൊരു ജീവിത പങ്കാളിയെ നമ്മൾ കണ്ടുമുട്ടുന്നു, അറേഞ്ച്ഡ് ആവുന്നു. അതാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അത് ശരിക്കും ഫലപ്രദമായി ജീവിതത്തിലായാലും ഒഫീഷ്യലായാലും അത് കഴിഞ്ഞു. കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും തിരിച്ചു വരുന്നു ഒരു ജോലി എന്ന സ്വപ്നവുമായി. അതെ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇവിടെ പഠിച്ചു വളർന്ന ഏതൊരു വ്യക്തിയും തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയോടുകൂടി തിരിച്ച് ഇവിടെ എത്തി. ഒരു ജോലി എന്നുള്ളൊരു സ്വപ്നമായിട്ട് എത്തി. പക്ഷെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം ജോലി കിട്ടും. കാരണം മറ്റുള്ളവരെ പോലെ അല്ല ഇവിടുത്തെ സാഹചര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റുഡാണ്. അതെ, അതൊരു വളരെ പ്രതീക്ഷ. ഇവിടെ പഠിച്ചു വളർന്നു പോകുന്ന ആൾക്കാർക്ക് ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കണ്ടുപോകുന്ന ചില സ്ഥാപനങ്ങൾ, അതിലൊരു ജോലി ഇപ്പോഴും എല്ലാവരെയും മനസ്സിലുണ്ടാകുന്നൊരു കാര്യം. അതുപോലെയായിരുന്നു ഞാൻ തിരിച്ചെത്തിയത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മളെ പ്രദേശത്തു നിന്നായാലും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എവിടെ നിന്നായാലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ വന്ന് കണ്ട് ജോലിക്ക് വേണ്ടി വന്ന് കണ്ട് അവരെ ഓരോ സൈഡിലേക്ക് ഗൈഡ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഫാദർ ഗൈഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വളരെയേറെ കോൺഫിഡൻസ് ആണ് നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളിൽ വിദ്യാഭ്യാസം കൊടുത്തു, അവർ സ്വന്തമായിട്ട് പോയി അവരെ ജീവിതം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ഫാദറിൻ്റെ വിഷൻ. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി എൻ്റെ കോളേജിൽ വെച്ച് തന്നെ അതിൽ എൻ്റെ തീസിസ് വർക്കായാലും പ്രോജക്റ്റ് വർക്കായാലും എല്ലാം അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് സംബന്ധമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഒരു സ്മാർട്ട് കാർഡ് ആപ്ലിക്കേഷൻ റിലേറ്റഡ് കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് ഇട്ടു. അങ്ങനെ ഒരു കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്തു. വളരെ ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു 5 വർഷം വർക്ക് ചെയ്തു. പക്ഷേ ആ 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് അത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു. എക്സാക്ട്ലി. ഞാൻ പ്യുവർലി ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഏതൊരു എഞ്ചിനീയറിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന ഒരാളിനെ പോലെ ഒരു വളരെ ടെക്നിക്കൽ ഓറിയൻറ്റഡ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ വർക്ക് സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ശരി, ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2ാമതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി വേറൊരു കമ്പനിയിൽ. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്നും ഓർക്കുന്നു. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അദ്ദേഹം എന്നിലൊരു ഞാനുമായിട്ട് സംസാരിച്ചു. എനിക്ക് പോലും അറിയാത്തൊരു കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരിക്കലും വിചാരിക്കാത്തൊരു കാര്യം. അതൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഒരു സെയിൽസ് എൻജിനീയറിങ് രീതിയിലോട്ടാണ് അദ്ദേഹം എന്നെ ഐഡൻറ്റിഫൈ ചെയ്തത്. അത് വളരെ എഫക്റ്റീവായിട്ട് വളരെ ഏറെ ബിസിനസ് നടക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു മെൻറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം അതിനകത്തോട്ട് ഇത് കൊണ്ടുവന്നു. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്തു, ആ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എൻജിനീയറിംഗ് പ്ലസ് ഒരു ടെക്നോ കമേഴ്ഷ്യൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്തു. അതൊരു സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ആ ഒരു സംരംഭം കഴിഞ്ഞതിന് ശേഷമാണ് സ്മാർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് അപ്പോൾ ഇതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞിരുന്നു. 2002 കല്യാണം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഇവിടെ വന്ന് ജോലിയൊക്കെ ആയി. ഒരു 2 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു. അതെ, അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു. അപ്പം ഇന്ന് രണ്ടുപേരും അതേ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്.
ഇന്ന് മോസ്റ്റ്ലി കാരണം വേൾഡ് ചേഞ്ച് ചെയ്തതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം. അതെ, ഇപ്പം ഞങ്ങൾക്ക് ആ ടെക്നോളജിയോട് ഒരു 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 ഇഷ്ടം, ഒരു പാഷൻ ഉണ്ട്. ഇപ്പോൾ ബിനിത അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇതുപോലെ ഒരു ഫ്രഷർ ജോലി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പ്രഷറുകൾ, അതിലൂടെയൊക്കെ കടന്നുപോയി. എമിറേറ്റ്സ് ഗ്രൂപ്പിൽ IT-ൽ ജോലി കിട്ടി. ഒരു 9 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പോൾ എൻ്റെ പാരൻസ്, ബിനിത, എൻ്റെ ബാക്കി എല്ലാ ബന്ധുക്കളും എല്ലാവരും, ബിനിതയുടെ പാരൻസ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അവർ നല്ല ഒരു മനസ്സുകൊണ്ടൊരു സപ്പോർട്ട് നല്ല രീതിയിൽ തന്നു. അങ്ങനെ ഞങ്ങൾ മുന്നിലോട്ട് പോകും. അങ്ങനെയാണ് സ്മാർട്ട് വേൾഡ് തുടങ്ങുന്നത്. സ്മാർട്ട് വേൾഡ് 2005 ജനുവരി 15 ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യുന്നത്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ കുറച്ച് മോഡൽ, ഞങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനൊരു സാധനമുണ്ട്, ഇങ്ങനൊരു ടെക്നോളജി ഉണ്ട്, ഈ മാർക്കറ്റിന് അത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അത്രയും മാത്രമേ അറിയുള്ളൂ. ഒരു വളരെ ലിമിറ്റഡ് ക്യാപിറ്റൽ, ഞാൻ എൻ്റെ ഫാദറിൻ്റെ നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടൊരു ചെറിയൊരു ക്യാപിറ്റൽ അവിടെ സ്ട്രൈവ് ചെയ്തു. ഞങ്ങൾ തുടങ്ങി. അപ്പോൾ തന്നെ മാഡം അവിടെ നിന്ന് എമിറേറ്റ്സിൽ നിന്ന് റിസൈൻ ചെയ്തു? ഇല്ല, ഞാൻ എമിറേറ്റ്സിലായിരുന്നു. ഞാൻ 9 ഇയേഴ്സ്. ഞാനിപ്പം ആക്ച്വലി ഫുൾ ഫ്ലെഷ്ഡ് ലൈവായിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നത് ഇപ്പം 3 വർഷമായിട്ടുള്ളൂ. അതുവരെ ബാക്ക് എൻഡിൽ നിന്നായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു സജഷൻ ഉണ്ടായിരുന്നു, ഒരു വിഷൻ ഉണ്ടായിരുന്നു. അത് 2005 കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലോഞ്ചിങ് പ്ലാൻ ചെയ്തപ്പോൾ എത്രത്തോളമായിരുന്നു ആ ഒരു സന്തോഷവും അതിനൊരു സപ്പോർട്ട് ചെയ്യുന്നതും? ആക്ച്വലി അതിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈക്ക് എന്ത് കാര്യത്തിനും വളരെ കെയർഫുള്ളായിട്ട് ഡെസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ വന്നു. അപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ ഉള്ള കമ്പനിയിൽ എനിക്ക് ഇനി പറ്റത്തില്ല, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വിടാൻ പോവാണ്, പുതിയ തുടങ്ങാൻ പോകണം. ഞാനും കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ഇതിൽ കൂടുതൽ ആ ഒരു ഫീൽഡിലാണ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം വന്ന് പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുക, ഇനി എന്താണ്, ഇനിയൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ഒരു ഡ്രീം നമ്മൾ നിറവേറ്റും. പിന്നെ അവിടെ നിന്ന് ദിസ് ബീൻ നോ ലുക്കിംഗ് ബാക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രത്തോളമാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു? കാരണം സ്വന്തമായിട്ട് റിസൈൻ ചെയ്യുന്ന ഒരു ഡിസിഷൻ. അപ്പോൾ അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ലൈഫ് പാർട്ണർ എന്നതിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എത്രത്തോളമാണ് അഡ്വൈസ്? കാരണം ഇങ്ങനെ ഒരു ബിസിനസ് ന്യൂ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് വേണ്ട ക്യാപിറ്റൽ, അതിന് വേണ്ട ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് 2005 ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു? മോർ ദൻ ആദ്യം റിസൈൻ ചെയ്തതിന് ടു ബി ഫ്രാങ്ക് വേണ്ട എന്ന് പറഞ്ഞു അല്ലേ? ആദ്യം ചോദിച്ചു എന്തിനായിരുന്നു. ദെൻ സോർട്ട് ഓഫ് അണ്ടർസ്റ്റുഡ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അഡ്വൈസിനെയും കാട്ടി കൂടുതലും ഇറ്റ് വാസ് ബീങ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. ലൈക്ക് ഡെയിലി നമ്മൾ ഒരാളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം, ഒരു പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യണം. അപ്പം ദിവസേന നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ചാലുള്ള പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ റോൾ വാസ് മോർ ഓൺ ദാറ്റ്. എങ്ങനെ അത് എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് പെപ്പപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനകത്തില്ലാത്ത കാരണം, ഞാനിപ്പം എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന കാരണം നമ്മൾ ആ ഒരു ടെൻഷൻസോ ഇഷ്യൂസിലില്ലാത്ത കാരണം നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റും, പുറത്ത് നിൽക്കുന്ന കാരണം. അതുകൊണ്ട് അങ്ങനെ കുറേ ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഡിസ്ട്രിബ്യൂട്ടറാണ്, അതിൻ്റെ ഒരു സൊല്യൂഷൻ, ബിസിനസ് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ന് ടോട്ടലി ഒരു സ്മാർട്ട് വേൾഡ് പോലെ, അതൊരു ബ്രിഡ്ജ് എങ്ങനെയാണ് നമ്മളത് ബിൽഡപ്പ് ചെയ്യുന്നത് അതുപോലെ നിൽക്കുകയാണ്. ഒരു ബിസിനസ്സും ഒരു പ്രോഡക്റ്റും തമ്മിലുള്ള ബ്രിഡ്ജാണ് താങ്കളുടെ ഫോൺ. അതെ. അപ്പോൾ ഇതിലേക്ക് വരാനുള്ള ഒരു എൻട്രിയാണ് കൊടുക്കുന്നത്. അത് ഏത് പാത്തിലേക്ക് പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിനുള്ള ഡയറക്ഷൻ, അത് എന്തൊക്കെയാണ് ഇവിടെ? ഇപ്പം നമ്മൾ പല ഏരിയാസായിട്ട് വർക്ക് ചെയ്യാൻ. ഞങ്ങൾ കാർ ടെക്നോളജി, അതിൽ സ്മാർട്ട് കാർ ടെക്നോളജി ഉണ്ട്, അതിനകത്ത് കോൺടാക്റ്റ് ഉണ്ട്, കോൺടാക്ട്ലെസ് ഉണ്ട്, മാഗ്നറ്റിക് സ്ട്രൈപ്പ് ഉണ്ട്. ഏത് കാർ ടെക്നോളജി ആയാലും അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞങ്ങൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിത്തിങ് ഓൺ കാർ ടെക്നോളജി.